ഇൻഫോസ്ഫെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ലക്ഷക്കണക്കിന് ഗുണഭോക്താക്കളും വിവിധ ക്ഷേമനിധി ബോർഡ് പെൻഷൻകാരും അടിയന്തിരമായി അറിഞ്ഞിരിക്കേണ്ട സുപ്രധാന വിവരങ്ങളാണ് ഈ വീഡിയോയിൽ. വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടി ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണേ. ആദ്യം തന്നെ മസ്റ്ററിംഗ് സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. മസ്റ്ററിംഗ് എന്നത് സർക്കാർ രേഖകളിൽ പെൻഷൻ കൈപ്പറ്റുന്ന വ്യക്തി ജീവിച്ചിരിപ്പുണ്ടോ, അർഹനായിട്ടുള്ള വ്യക്തി തന്നെയാണോ ഈ പെൻഷൻ തുക കൈപ്പറ്റുന്നതെന്ന് ഉറപ്പാക്കാൻ സർക്കാർ നടത്തുന്ന വാർഷിക ബയോമെട്രിക് പരിശോധനയാണ് ഇത്. കാലക്രമേണ ഗുണഭോക്താക്കളിൽ ചിലർ മരണപ്പെടുകയോ തെറ്റായ രീതിയിൽ പെൻഷൻ കൈപ്പറ്റുകയോ ചെയ്യുന്ന സാഹചര്യം ഒഴിവാക്കാനും അർഹരായവർക്ക് തടസ്സമില്ലാതെ തുക ലഭിക്കാനും വേണ്ടിയാണ് സർക്കാർ ഡാറ്റാബേസ് കൃത്യമായിട്ട് പുതുക്കുന്നത്. ഇത് വർഷങ്ങളായി നടത്തിവരുന്ന ഒരു പരിശോധനാ രീതിയാണ്. ഈ വർഷത്തെ മസ്റ്ററിംഗ് നടപടികൾ 2026 ജൂലൈ 17 മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. 2026 സെപ്റ്റംബർ 30 വരെയാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കാനുള്ള അവസാന തീയതി നൽകിയിരിക്കുന്നത്. നിർദ്ദിഷ്ട സമയത്തിനുള്ളിൽ തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത ഗുണഭോക്താക്കൾക്ക് 2026 നവംബർ മുതൽ പെൻഷൻ വിതരണം തടസ്സപ്പെടുന്നതാണ്. പെൻഷൻ സ്ഥിരമായിട്ട് റദ്ദാക്കും എന്നല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് ആവശ്യമായ പരിശോധനകൾ പൂർത്തിയാക്കുന്നവരെ താൽക്കാലികമായിട്ട് നിർത്തിവെക്കുന്നതാണ്. കൂടാതെ 2025 ഡിസംബർ 31 വരെ പെൻഷൻ അനുവദിച്ച് കിട്ടിയവർക്കാണ് നിലവിൽ ഈ ഒരു വാർഷിക മസ്റ്ററിംഗ് നിർബന്ധമാക്കിയിട്ടുള്ളത്. അതേസമയം എല്ലാ പെൻഷൻകാർക്കും ഒരുപോലെയല്ല മസ്റ്ററിംഗ് നടത്തുന്നത്. അതായത് വാർദ്ധക്യകാല പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ, വിധവാ പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ, അവിവാഹിത പെൻഷൻ എന്നിവർക്കൊക്കെ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് ബയോമെട്രിക് മസ്റ്ററിംഗ് ചെയ്യേണ്ടത്. എന്നാൽ സംസ്ഥാന സഹകരണ ജീവനക്കാരുടെ പെൻഷൻ ബോർഡിൽ നിന്നും പെൻഷൻ കൈപ്പറ്റുന്നവർ ജീവൻ രേഖ അല്ലെങ്കിൽ ജീവൻ പ്രമാൺ ആപ്പ് ഉപയോഗിച്ചും അതുപോലെ മദ്രസ അധ്യാപക ക്ഷേമനിധി പെൻഷൻ ഉപഭോക്താക്കൾ അതാത് ഓഫീസുകളിൽ വഴിയുമാണ് ഈ മസ്റ്ററിംഗ് നടപടികൾ പൂർത്തിയാക്കേണ്ടത്. മസ്റ്ററിങ്ങിനായി അക്ഷയയിൽ പോകുമ്പോൾ 3 കാര്യങ്ങൾ പ്രധാനമായും കരുതണം. 1. ആധാർ കാർഡ്. ബയോമെട്രിക് പരിശോധനയ്ക്ക് അടിസ്ഥാനം ആധാറിലെ വിവരങ്ങളാണ്. 2. നിങ്ങളുടെ പെൻഷൻ നമ്പർ. 3. ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പറാണ്. ചില സന്ദർഭങ്ങളിൽ OTP പരിശോധന ആവശ്യമായി വന്നേക്കാം. അതുകൊണ്ട് തന്നെ അക്ഷയയിൽ പോകുമ്പോൾ ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ കയ്യിൽ കരുതേണ്ടതാണ്. അക്ഷയ കേന്ദ്രങ്ങളിലെത്തുമ്പോൾ ജീവനക്കാർ വിവരങ്ങൾ പരിശോധിച്ച ശേഷം വിരലടയാളമോ ഐറിസ് അതായത് കണ്ണ് സ്കാൻ ചെയ്യുന്ന വഴിയോ ബയോമെട്രിക് പരിശോധന പൂർത്തിയാക്കാവുന്നതാണ്. തിരക്കില്ലെങ്കിൽ സൈറ്റ് ഉണ്ടെങ്കിൽ മിനിറ്റുകൾക്കകം തന്നെ ഈ പ്രക്രിയ പൂർത്തീകരിക്കാനാവും. 30 രൂപയാണ് സർവീസ് ചാർജ് ഈടാക്കുന്നത്. അതേസമയം കിടപ്പ് രോഗികൾ, പ്രായാധിക്യം കൊണ്ട് യാത്ര ചെയ്യാൻ കഴിയാത്തവർക്കൊക്കെ പ്രത്യേക സൗകര്യമുണ്ട്. അതായത് ഹോം മസ്റ്ററിംഗ്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വീട്ടിൽ നേരിട്ടെത്തി മസ്റ്ററിംഗ് നടത്തുന്ന ഒരു സംവിധാനമാണിത്. ഇതിനായി സമീപത്തെ അക്ഷയ കേന്ദ്രങ്ങളിൽ മുൻകൂട്ടി തന്നെ വിവരങ്ങൾ അറിയിക്കേണ്ടതാണ്. ഇത്തരം ഹോം സേവനങ്ങൾക്ക് 130 രൂപ മുതൽ 150 രൂപ വരെ സർവീസ് ചാർജ് ഈടാക്കുന്നതാണ്. ഇനി പ്രായമായവരുടെ വിരലടയാളം പതിയാതെ മസ്റ്ററിംഗ് പരാജയപ്പെട്ടാൽ പേടിക്കേണ്ടതില്ല. അത്തരം സാഹചര്യങ്ങളിൽ ഗസറ്റഡ് ഓഫീസറുടെയോ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസറോ നൽകുന്ന ലൈഫ് സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട അധികാരികൾക്ക് സമർപ്പിച്ചാൽ മതിയാകും.